ഗൈസ്, യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ചോദിച്ച് മേടിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജിൽബി മോസിയസ് ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോവുകയാണ്. ഇതാണ് എൻ്റെ പള്ളി, തടിയത്ര മർബഹനാൻ സോർത്രൂസ് ചർച്ച്, അയിരൂർ. അവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കസേരയും ടേബിളൊക്കെ ഇട്ടിട്ട് കണ്ടോ. പക്ഷെ നമുക്കിവിടെ തറയിലിരുന്ന് കഴിച്ചാലേ കഞ്ഞി ഇറങ്ങും. ശരിക്കും ഈ വട്ടം വലിയൊരു വട്ടമായിരുന്നു. വർഷാവർഷമായി അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ചെറിയൊരു വട്ടമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരാളെ പരിചയപ്പെടുത്താം. ഇതാണ് മോനു. ശരിക്കുള്ള പേര് തോമസ് പി മത്തായി. ഇവൻ്റെ കുറച്ച് രണ്ട് നല്ല വാക്ക് പറയാമോ? ഒരു പ്രസ്ഥാനമാണ് ഇവിടെ. കഴിവിൻ്റെ നിറക്കുടമാണ്. ഇത് കൂടുതൽ ഈ പള്ളിയെ കുറിച്ച് എനിക്ക് പറയാൻ നിവർത്തിയില്ല. എന്നെ പറ്റി പള്ളിയെ പറ്റിയില്ല, എന്നെ പറ്റി. അല്ല, പള്ളി വെച്ച് എനിക്ക് അങ്ങനെ പള്ളി വെച്ചിട്ട് ശരി അടക്കുള്ളൂ. നീ എന്നെ വെറുതെ യുവദാസിന്റെ പണി മേടിപ്പിക്കില്ലേ? അങ്ങനെ പള്ളിയിൽ വെച്ച് അധികമൊന്നും സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവൻ ഇനി ഓടിച്ചു. പിന്നെ കുറച്ച് കസേരയൊക്കെ പറക്കി വെച്ച് നമ്മൾ കുറച്ച് പണിയെടുത്തു. അപ്പോഴാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളെ കിട്ടിയത്. ഗൈസ്, യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ചോദിച്ച് മേടിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. അങ്ങനെ അപ്പോഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട്. ടാറ്റ ബൈ ബൈ. ചെറിയവനായി ചെറിയനിത് ചെറിയുന്നേ. അങ്ങനെ കിടന്നാൽ പറ്റൂല, നമുക്ക് പള്ളിയിൽ പോകണം. എങ്ങനെയുണ്ട് എൻ്റെ പറവ് ഉടുപ്പ്? എന്താ പെയ്യാത്തേന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു. ഇത് വെള്ളിയാഴ്ചയായ ഒരു മഴ, അത് നിർബന്ധമാണല്ലോ. അങ്ങനെ വൈകിട്ട് സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് നമ്മൾ സങ്കീർത്തനം വായിക്കാനിരുന്നു. ഇനി ഈസ്റ്റർ വൈകുന്നേരം, അതായത് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരമുണ്ട്. സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. നമുക്ക് വെളുപ്പിന് 4 മണിക്കാണ് കുർബാന. അങ്ങനെ അതിന് വേണ്ടി ഞാൻ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതോ പാൻറ്, ഏതോ ടോപ്പ്, വേറെ ഷോള്. ഇത് തമ്മിൽ ഒരു ചേർച്ചയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇത് മൂന്നും കൂടി ഇട്ടപ്പോൾ എനിക്കെന്തോ ഒരു ഗുമ്മ. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊപ്രായം കാണിക്കുന്നത്. എന്തോ ഒരു ചെറിയ രസം എനിക്ക് തോന്നി. അപ്പം നമുക്ക് പോയി വരാം. കുറേ നാൾ കൂടിയിരുന്നാണ് ഞാൻ വെളുപ്പാങ്കാലത്തൊക്കെ ഇത് കാണുന്നത്. ഇപ്പം വെളുപ്പിന് എഴുന്നേൽക്കലൊന്നുമില്ല. ഞാൻ ചെന്നപ്പം നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 പള്ളികൾ അടുപ്പിച്ചടുപ്പിച്ചാണുള്ളത്. കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. അവിടെ അവൻ എൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടിട്ട് എന്നെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.